ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമ്മളെ ചലഞ്ചിനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ. വാട്ടർ പ്ലസ് കളർ ചലഞ്ച്. യെസ്. അപ്പൊ തുടങ്ങാല്ലേ? പിന്നെ വേറൊരു കാര്യം, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ചലഞ്ച് ചെയ്തിനു. അപ്പൊ അതിനകത്തൊക്കെ സാഹസികമായിട്ട് ഞാൻ വിജയം കൈവരിച്ചത് കൊണ്ട് ഈ ചലഞ്ചിൽ ഞാൻ തന്നെ നേടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. എന്താ നോക്കാലോ. തുടങ്ങാം. ആരെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നേ? എന്തായാലും ഞാൻ ഫസ്റ്റ് നിനക്ക് വിട്ടു തരുന്നു. നീ നിന്റെ പെർഫോമൻസ് നമുക്ക് കാണണ്ടേ? എന്നാലും നീയല്ലേ എല്ലാത്തിനും വിജയിക്കാറ്, അപ്പൊ നീ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ? നീ സ്റ്റാർട്ട് ചെയ്താൽ മതി. നോക്കല്ലേ? നോക്ക് എടുക്കാൻ വരട്ടെ. ആദ്യം കളർ ഗസ് ചെയ്തിട്ട് എടുക്കുക, എന്നിട്ട് കുത്തി നോക്കും. എന്നാ കളർ ഞാൻ പറയുന്ന ബ്ലൂ. ഓക്കെ, ഇതെന്നെ തുടങ്ങുന്നുണ്ടേ. ബ്ലൂ വെരി ഗുഡ്. ഇനി തമ്പുരാട്ടമ്മ ഒന്ന് ചെയ്താട്ടെ. ആലോചിക്കണേ ചേ. നീ എന്താണ് കണ്ണ് അതിന് എനിക്ക് നീല നോക്കി അടിക്കും. എന്നാ കളർ പറ. ബ്ലൂ, പിങ്ക്. നമ്മളിനി ആദ്യനെ കൊണ്ട് ജയിപ്പിക്കാം. ആദ്യ ആദ്യം 3 കളറാണല്ലേ. നീ ഒരു കളർ പറ. നീ ജയിക്കുന്നാണ് എന്റെ പ്രതീക്ഷ. കേക്കിന് മുന്നേ നമുക്ക് വിജയിച്ച് കാണിച്ചു കൊടുക്കണ്ടേ? ഗൈസ്, ഞാൻ മര്യാദ കാണുന്ന വീഡിയോ എടുത്തിട്ട് നിൽക്കുന്ന ഞാനേനു. എന്നെ ഇവര് ഇവിടെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് ഗൈസ്. എനിക്ക് എതിരാളികൾ വേണ്ടേ? ശരി, കളർ പറ. കളർ റെഡ്. റെഡ് ഉണ്ടോന്നൊന്നും റെഡ് ഉണ്ടേനു. റെഡ് ഇല്ല. എന്താ പറയാ, ഗ്രീൻ. എടുക്കട്ടെ. എല്ലാരും സമ്മതത്തോടു കൂടി എടുക്കുന്നതാണ്. അല്ല ഗൈസ്, ബ്ലൂ ആയിപ്പോയി. ഗൈസ്. സാറിലല്ലേ? രണ്ടെണ്ണം ഉണ്ട് ഇതില്. ഞാൻ പറയാം, കളർ ഇല്ലാത്തത് ആരാണോ സെലക്ട് ചെയ്യുന്നത് അയാള് വിജയിക്കുന്നു. അങ്ങനെയാണ് ഈ കളിന്റെ എൻഡിങ് വരുന്നത്. ഓക്കെ. എപ്പോഴും സ്റ്റോറിയും ഡാൻസും മാത്രം പോരല്ലോ, ഇടക്കെല്ലാം വെറൈറ്റി ആയിട്ട് ചലഞ്ചും വേണ്ടേ? അതെ. ഇനിയിപ്പോ ലാസ്റ്റ് ഒരാൾക്ക് കൂടിയല്ലേ ഉള്ളൂ ചലഞ്ച്. ആരെടുക്കാ? നീതു തന്നെ എടുക്കട്ടെ അല്ലേ? നീതു എടുത്തിട്ട് ഇതില് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തത് ആരാണോ എടുക്കാൻ വരുന്നത് അവര് ജയിച്ച്. എന്തായാലും പിന്നെ ഒരു കുപ്പിയുള്ളൂ. അതെ. അല്ല, ഇവള് ഫെയിൽ ആയിട്ട്, ഇവള് പറഞ്ഞത് കറക്റ്റ് ആണെങ്കിൽ ഇവള് ജയിച്ചു. അല്ലെങ്കിൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ കളർ ഇല്ലാത്തതല്ലേ സെലക്ട് ചെയ്യണ്ടേ? ഞാൻ കണ്ണും പൂട്ടിട്ട് തൊടാം. കളറൊന്നും പറയുന്നില്ല. കണ്ണും പൂട്ടിട്ട് ഏത് കുപ്പിയാണോ തോന്നുന്നത് കളർ. ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, കണ്ണുകൂട്ട്. ഓക്കെ, എടുത്തോ. ഇത് കളർ ഇല്ല. ഓക്കെ. കുളിക്കോ. അങ്ങനെ എത്രയും പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കളെ, അങ്ങനെ ഞാൻ സാഹസികമായി വിജയം കൈവരിച്ചിരിക്കുകയാണ്. 2 എതിരാളികളെ സാഹസികമായി തോൽപ്പിച്ചുകൊണ്ട് ആതിര ദിനവും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ചലഞ്ചുകൾ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. എന്നെ ഞാൻ തന്നെ അഭിനന്ദിച്ചാ മതി. കുളിക്കണേ. കളറില്ല. അതിനർത്ഥം ഞാൻ വിജയിച്ചിരിക്കുന്നു, മറ്റു 2 തോറ്റിരിക്കുന്നു. ഹലോ ഗായ്സ്, നമ്മുടെ ചലഞ്ച് നമ്പർ 2 ആണ് നമ്മൾ ചെയ്യുന്നത്. ചലഞ്ച് എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞു കൊടുക്ക്. ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഈ ഓരോ ഗ്ലാസിന്റെ അടിയിലും പിന്നെ ഓരോ തരം അതായത് ഓരോ രുചി, പിന്നെ വിവിധ തരം രുചികളുടെ ഇത് വെച്ചിട്ടുണ്ട്. സാൾട്ട്, പുളി, ഷുഗർ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പറയണ്ട, കാരണം വെച്ചാൽ അത് എല്ലാരും കണ്ടിട്ട് തന്നെ മനസ്സിലാക്കട്ടെ. അപ്പൊ അതില് ഏതാണോ എടുക്കുന്നത് അത് നമ്മൾ സ്വീകരിക്കണം. അതെ. അപ്പൊ ഫസ്റ്റ് ആദ്യം തുടങ്ങാം. ആദ്യം കണ്ണുകൂട്ടുക. ഞാൻ ഇതെല്ലാം ഒന്ന് മാറ്റട്ടെ, സെറ്റാക്കി നോക്കട്ടെ. ഓക്കെ. ഞാൻ സത്യസന്ധമായിട്ട് മാത്രമേ കളിക്കൂ.
അതുകൊണ്ട് നിങ്ങള് മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും ഞാൻ നോക്കിയിട്ടില്ല നിങ്ങള് വെക്കുമ്പോ കേട്ടാ. അയ്യാ ആയില്ല. കാന്താരിയൊന്നും കിട്ടല്ലേ. ഓക്കെ സെറ്റ്. അടുത്ത ശരിയാണോ? എന്നാലും കാന്താരിയോ അടിയോ ആണെങ്കിലും ബാക്കിയൊന്നും എനിക്ക് വിഷയമല്ല. ഓക്കെ നോക്കട്ടെ. നീ തന്നെ തുറന്നു നോക്കിക്കോ. മോളെ എന്തോ സാധന ഇത് ഞാൻ തരാം. അതെന്നാ ഇത് ഒരു സാധനാണ്. ചില്ലിയാണ് കിട്ടിയിരിക്കുന്നത്. ചില്ലി നമുക്ക് ഇവിടെ എക്സ്പ്രഷൻ കിട്ടരുതെന്ന് ആഗ്രഹിച്ചു. അത് തന്നെ നല്ല എരിവുള്ള കാന്താരി കഴിച്ചു. എക്സ്പ്രഷൻ പ്രഷർ കാണണേ. മണമണാ പറയുന്നില്ല. മോളെ കാന്താരിയാണേ ഇത്. നാടൻ കാന്താരി അങ്ങനെയുണ്ട് അവിടെ. എങ്ങനെയുണ്ട് അതി കാന്താരി? എങ്ങനെയുണ്ട്? എനിക്ക് എന്ത് കിട്ടിയതെന്ന് ആഗ്രഹിച്ചു അത് തന്നെ എനിക്ക് കിട്ടി. എന്റെ മോനെ എന്തൊരു കാന്താരിയത്. നാടൻ കാന്താരിയാണ്. ഇനി ഞാൻ കടുപ്പുള്ള എനിക്ക് കിട്ടി. പക്ഷെ എന്നാണ് വെച്ചതെന്ന് ഞാനാണ് വെച്ചത്. ഇവർക്കൊന്നും അറിയില്ല എന്ന സംഭവം എന്നാ വെച്ചതെന്നൊന്നും. അപ്പം ഞാനത് കിട്ടതെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല. പക്ഷെ അതിനൊക്കെ കിട്ടി. അതുകൊണ്ട് സന്തോഷം. വാ ഓക്കെ. ഇപ്പൊ ഷുഗർ തിന്ന് പിന്നെ തണുത്ത ഐസും കട്ട വായിൽ വെച്ച് വെള്ളം കുടിച്ച് എന്നിട്ടൊന്നും പോകുന്നില്ല. വല്ലാത്ത ചലഞ്ച് വേണ്ടെന്നും തോന്നുന്നുണ്ടാ? എന്റെ വീഴാതെ ഒരു പണി കിട്ടി. അപ്പൊ എന്തായാലും ഇങ്ങനെയൊരു പണി, ഇതിനേക്കാളും വലിയൊരു പണി ഇനി എന്തായാലും ഉണ്ടാവൂല. എന്തായാലും നമുക്ക് നോക്കാം. എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയതിന്റെ അത്രയും കടുപ്പം ഇല്ലെങ്കിലും ഒരു 1.5 എനിക്ക് കിട്ടണം. നീയല്ലേ കാന്താരി അന്നിനി. അതുകൊണ്ട് ഒരു 1.5 പണി കിട്ടണമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ മോളെ എന്റെ പൊന്നീച്ചാർന്നു പോയി. ഇപ്പൊ കണ്ടുപിടിക്ക. പാവം നല്ല എരിവുണ്ട് കുട്ടിക്ക്. സ്റ്റാർട്ട്. ഉപ്പാണോ ഗൈസ്? എന്താന്ന് നോക്കട്ടെ ഗൈസ്. ഷുഗർ ഗൈസ്, എനിക്ക് ഷുഗറാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ പ്രതീക്ഷ ഒന്നും ഒക്കെ എന്തായാലും കിട്ടിയിട്ടില്ല. ഇനി അവസരം വരും. സൂപ്പർ ഗൈസ്. ഒരാളെ എരിഞ്ഞ് അടങ്ങുകയാണ് ഗൈസ്. എരിഞ്ഞടങ്ങുകയാണ്. ഇല്ല മധുരോ ഒന്ന് പരീക്ഷിക്കട്ടാ. ഇനിയും ഉണ്ടാടേ. എനിക്ക് അവിടെ കൊറേ എന്റെ ആ എക്സ്പ്രഷൻ എല്ലാം നീ വീഡിയോ എടുത്ത് രസിച്ചു അല്ലേ. എനിക്കെങ്കിലും എന്തെങ്കിലും കൊണ്ട് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചീറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ശശി ഒരു ഗെയിം വിജയിച്ചതിന്റെ ത്രില്ലിൽ നിൽക്കുന്നേ എന്റെ കുട്ടി. എടുത്തോളൂ.
കണ്ണുകൂട്ടിക്ക കാന്താരിക്ക് ഇത്ര പവർ ഉണ്ടാതി. അയ്യോ 2 ഗ്ലാസ് കൊടുത്തേ, 1 ഗ്ലാസ് അല്ല. പ്രതികാരം വീട്ടാനുള്ള ആളെവിടെ? വിന്നർ. ആദി എന്താണ് ഇനി പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. ഇന്നത്തെ ദിവസം പോയല്ലേ? ഇന്നത്തെ ദിവസം എന്റെ പോയി. പൊന്നു മോളെ, ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് പോണാ ചലഞ്ച്? എന്നാലും നമ്മളെ പ്രേക്ഷകർക്ക് ഇതിന്റെ ഉള്ളിൽ ഒന്ന് കാണിച്ചു കൊടുക്ക്. വിന്നറാണ്, പക്ഷെ ഇതിനുള്ളിലുള്ളത് ബാക്കി എന്തൊക്കെയാണെന്ന് അവർക്ക് കാണണ്ടേ? അതെ, എന്തായാലും ഈ ബാക്കിയുള്ള ക്ലാസ്സും കൂടി കംപ്ലീറ്റ് ചെയ്യാം. ഞാനാണ് പക്ഷെ വിന്നർ. ഓക്കെ, പണി കൊടുക്കാം. മാറ്റട്ടെ. ദൈവമേ നല്ലത് കിട്ടണേ, നല്ലത് കിട്ടണേ, ദൈവമേ നല്ലത് കിട്ടണേ. എടുക്കും മുട്ടേ. ഇന്ന് എന്റെ ഡേ ആയിരിക്കും, നോക്കിക്കോ. 8ന്റെ പണി കിട്ടണേന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കാന്താരി വേറൊന്നും വെക്കാൻ കണ്ടില്ല. പച്ചമുളക് ഞാൻ ആ സ്ഥാനത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അവസ്ഥ എന്തെന്നേനു? ഞാൻ കണ്ടില്ലടി ആദി. കിസ് മധുരമുള്ള കുറച്ച് ചുണ്ടത്ത് കുറച്ച് പിന്നെ പച്ചമുളക് കഴിച്ചിട്ട് ഉമ്മ കൊടുക്ക്. അയ്യോ എന്നെ പിടിച്ചോളൂ, ഞാൻ നീ കേട്ടോ? ഇന്ന് എന്റെ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, എന്റെ ദിവസം. അടുത്തത് ഏതാണാവോ? എനക്കെന്തായാലും രണ്ടും നല്ല ഗുണമുള്ള സംഭവം തന്നെ കിട്ടി. ഞാൻ ഈ ഗെയിമിൽ വിന്നർ ആയതാ. ഇതൊന്ന് പരീക്ഷ നോക്കാം. എനിക്ക് ഉപ്പ് തന്നെ കിട്ടട്ടെ, ഉപ്പ് തന്നെ. കാന്താരി കിട്ടിയ ആളുടെ രോദനം ഗൈസ്, രോദനം. ഞാൻ കരിയപ്പാട്. എന്നാ നോക്കാം അല്ലേ? കണ്ടോട്ടിക്കോ. ആയാ ഓക്കേ, എടുത്തോളൂ. എടുക്കട്ടെ. ഈശ്വരാ, എന്താണ് കാണിച്ചാണ്? ഞാനേ അവര് കാണിക്കട്ടെ. വെരി ഗുഡ്. കിട്ടിയതെന്ന് കാണുന്നുണ്ടോ? സ്ലാപ്പ്. എവിടെ അടിക്കണ്ടേ? എവിടെ ആദ്യം തുടങ്ങണ്ടേ? അടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ചോദിക്കാനും പറയാനല്ലോ ആളുണ്ട്. ആളുടെ കുട്ടിയാ. നിങ്ങൾ പറയൂ, എവിടുന്നാണ് ഞാൻ തുടങ്ങേണ്ടത്? കവിളിന്ന് വേണോ? ഇതെങ്ങാനും ആലുമില്ലേ മോള് കണ്ടിട്ടുണ്ടെങ്കിൽ, ഇന്റെ അനിയന്റെ മോള് കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്റെ മക്കളെക്കാളും മുമ്പ് വന്നിട്ട് ചോദിക്കും എന്റെ അമ്മേനെ ആരാന്ന് അടിച്ചിരുന്ന്. അതീ അടുത്ത പ്രാവശ്യം വീഡിയോ എടുക്കാൻ പോകുമ്പോ നീ നോക്കിക്കോ, ആലു ഇനി ഓടിച്ചിട്ടടിക്കും. നമുക്ക് ആദ്യം ഇവിടെ നിർത്തിച്ചിട്ട് നോക്കാം. എന്നെ എനിക്കിട്ട് ഇനിയും പണിയുണ്ടാ? എന്റെ എന്താ പറയാ, എന്റെ ദിവസമാണ്. നിനക്ക് രുചി ടെസ്റ്റ് ചെയ്യലാണ്. അതെ ഗൈസ്, ഇനി ഇയാളെ ചാൻസ് ആണ്. നോക്കാം. കണ്ടു. ക്ലോസ് യുവർ ഐസ്. ഏറ്റുവാങ്ങാൻ ഇങ്ങനെയൊരു ജന്മം. ഓക്കെ, എടുത്തോളൂ. വെയിറ്റ്. ഓക്കെ, ഐ തിങ്ക് ടാമറിൻ. ടാമറിൻ. സാരമില്ല, കാന്താരി തിന്നതല്ലേ. അപ്പൊ ട്രൈ ചെയ്തത് ഗൈസ്. ആ എരിവ് അങ്ങ് പോവട്ടെ. ഇങ്ങനെയുണ്ട്. ഹലോ ഗൈസ്, നമ്മളെ ചലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഇന്നത്തെ ഈ അടിയോട് ഇടിയോടും കൂടി ഒരിക്കലും മറക്കില്ല. പറയട്ടെ, ഇന്നത്തെ അടിയോട് ഇടിയോടും കൂടി ഈ ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നത് വരെ ബൈ. See you.